പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറവൂരിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ.കെ. ബാലനെതിരെ രൂക്ഷമായ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്. എ.കെ. ബാലൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന്റെ മയ്യത്തെടുക്കും എന്ന് പറഞ്ഞ പരാമർശത്തെ ചൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. എ.കെ. ബാലനടക്കമുള്ള ഇടതുപക്ഷ സഹയാത്രികരും നേതാക്കന്മാരും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ബി.ജെ.പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുവാൻ നടക്കുന്നവരാണ് എന്ന രൂക്ഷമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആദ്യം ഉയർത്തിയത്. ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ ഇ.പി. ജയരാജൻ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയെ പ്രകീർത്തിച്ച് പറയുകയുണ്ടായി. ബി.ജെ.പി പല ലോക്സഭാ മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് വരും, ബി.ജെ.പിയുടെ എല്ലാ നേതാക്കന്മാരും മിടുക്കന്മാരാണ് എന്ന തരത്തിലേക്ക് ഒരു പരാമർശം ഉയർത്തിയത് ഇടതുപക്ഷത്തിന് തന്നെ വലിയ വിനയായിരിക്കുന്ന സാഹചര്യത്തിലാണ് എ.കെ. ബാലന്റെ മയ്യത്ത് പ്രസ്താവന. ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസ് അല്ല മയ്യത്താകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാർട്ടിയുടെ നിലനിൽപ്പിനും പാർട്ടി ചിഹ്നത്തിനും പാർട്ടി കൊടിക്കും വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന് എന്ത് യോഗ്യതയാണ് രാജ്യത്തിന്റെ ഫാസിസത്തിനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസിനെ പറയുവാൻ എന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപണങ്ങൾ ഉയർത്തുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ പാർട്ടിയുടെ വക്താവ് കൂടിയായ ശ്രീ എ.കെ. ബാലൻ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുന്ന, അതായത് കോൺഗ്രസ് പരാജയപ്പെടും, പിന്നെ ആര് ജയിക്കുമെന്നാണ് ബാലൻ പറയുന്നത്. 10-18 സീറ്റിൽ മാത്രം ഗൗരവമായി മത്സരിക്കുന്ന CPM അല്ലല്ലോ ജയിക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുമെന്ന് പറഞ്ഞാൽ BJP ജയിക്കും എന്നാണ് CPMന്റെ നേതാവ് പറയുന്നത്. അപ്പൊ CPM നേതാക്കന്മാരെല്ലാം പരസ്യമായി BJPക്ക് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മുഴുവൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കിലാണ്. കാരണം ഇ.പി. ജയരാജൻ പറഞ്ഞത് BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും, BJPയുടെ മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ടെന്നാണ്. ഇപ്പോ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ മയ്യത്തെടുക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ്. അതായത് BJP അധികാരത്തിൽ വരുമെന്ന്. അപ്പൊ BJPയെ ഭയന്നാണ് കേരളത്തിലെ CPM നിൽക്കുന്നത്. BJPയെ പേടിയാണ് അവർക്ക്. അതുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നിരന്തരമായി എടുക്കുന്നത്. അന്വേഷണത്തെ ഭയമാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ അനിശ്ചിതത്വത്തിൽ BJPയെ ഭയന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അനുയായികളെ കൊണ്ട് BJP അനുകൂല പ്രസ്താവനകൾ, BJPയെ സന്തോഷിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. വേറൊരു കാര്യം കൂടി ശ്രീ എ.കെ. ബാലൻ പറഞ്ഞു. CPM മത്സരിക്കുന്നത് അംഗത്വം ശരിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് അവരുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്ര ശതമാനം വോട്ടുകൾ കിട്ടി കുറച്ചാളുകൾ ജയിച്ചാൽ മാത്രമേ അംഗത്വം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം വഴിയിൽ ഉപേക്ഷിച്ച് ഈനാമ്പേച്ചിയുടെയും നീരാളിയുടെയും മരപ്പെട്ടിയുടെയൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് ഒരു CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. അപ്പൊ CPM വംശനാശം നേരിടുകയാണ്. യഥാർത്ഥത്തിൽ ത്രിപുരയിലും ബംഗാളിലും ഒന്നും ഇല്ല, കേരളത്തിൽ മാത്രമാണ് ഈ പാർട്ടി അവശേഷിച്ചിട്ടുള്ളത്. അപ്പൊ അവര് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനും ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനും കൊടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മത്സരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താഴെ ഇറക്കി അധികാരത്തിലേറാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇത് എങ്ങനെയെങ്കിലും 1% വോട്ട് സംഘടിപ്പിച്ച് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ, ഇല്ലെങ്കിൽ ഈനാമ്പെച്ചി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മരപ്പടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ CPM നേതാക്കൾ അധപ്പതിച്ചിരിക്കുക. അത് മനസ്സിലാക്കണം. അപ്പൊ ഇവര് മത്സരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനല്ല. BJPയെ തോൽപ്പിക്കാനല്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഒരു സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരിക്കുന്നു ഗവർണർക്കും പ്രസിഡന്റിനുമെതിരെ. ഞാൻ അതിന്റെ മെറിറ്റിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇത്ര നാൾ എവിടെയായിരുന്നു? അതെല്ലാം പെൻഡിംഗ് ആയിട്ട് എത്രയോ മാസങ്ങളായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ കേന്ദ്രവുമായി ഞങ്ങൾ സമരത്തിലാണ് എന്ന് കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ ഇതുപോലെ ഒരു കേസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കേന്ദ്രം 57,600 കോടി രൂപ ഇവിടെ തരാനുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കൊടുത്ത കേസിലുണ്ടായിരുന്നില്ല. കൊടുത്ത കേസിൽ പറഞ്ഞിരുന്നത് കടമെടുക്കാൻ ഇനി അനുവദിക്കണമെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ കേസും വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടും ഗിമ്മിക്കും മാത്രമാണ്. അല്ലാതെ അതിന്റെ അകത്തൊരു യാഥാർത്ഥ്യ ബോധം ഗവൺമെന്റിനില്ല. CPM മത്സരിക്കുന്നത് അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ്. ത്രിപുരയിലും ബംഗാളിലുമെല്ലാം നിഷ്പ്രഭമായി പോയ CPM ഇപ്പോഴുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ വിജയിച്ചാൽ പോലും ഒരുപക്ഷെ അംഗീകാരം നഷ്ടപ്പെട്ടു പോയേക്കാം. 2022 CPIയുടെ അംഗീകാരം നഷ്ടപ്പെട്ടതാണ്, ദേശീയ പാർട്ടി എന്ന പദവിയും നഷ്ടപ്പെട്ടതാണ്.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി CPM-ന്റെയും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് കഴിഞ്ഞാൽ പിന്നെ AK ബാലൻ പറഞ്ഞതുപോലെ ഇനാംപേച്ചിയുടെയും മരപ്പട്ടിയുടെയും ചിഹ്നത്തിൽ മത്സരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷം തരം താഴ്ന്നു പോകുമോ എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളുടെ VD സതീശന്റെ പ്രസ്താവനയ്ക്കുള്ളിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. ഇനി ഇടതുപക്ഷത്തിന് രക്ഷ ഈനാംപേച്ചിയും മരപ്പട്ടിയും ഒക്കെയാണോ എന്നറിയുവാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കാര്യമായ രീതിയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇടതുപക്ഷം. എന്നാൽ 20-ൽ 20 സീറ്റുകളും നേടിയാൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ദേശീയ പാർട്ടി എന്ന സ്ഥാനം അലങ്കരിച്ച് അങ്ങനെ തന്നെ നിൽക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്.